എല്ലാവർക്കും നമസ്കാരം. റോബ് ഡാൽ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫോറിൻ പോഡ്കാസ്റ്റ് ഹോസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഞാൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. അതിൽ ഞാൻ ഇന്ന് നോക്കിയപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എനിക്ക് എന്താണോ അത് ഭയങ്കരമായിട്ട് മനസ്സിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ പറയുന്ന കാര്യങ്ങൾ സാറിന് പൊതുവേ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെ വീഡിയോ നമുക്ക് കാണുമ്പോൾ സ്ഥിരമായിട്ട് പറയുന്ന മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. ലൈഫിലെല്ലാം ശരിയാകും, നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതി, നമുക്കത് എല്ലാവരും പറയുന്നൊരു കാര്യം എന്നേ നമുക്ക് തോന്നുള്ളൂ. അതിലെന്തെങ്കിലുമൊക്കെ ഫാക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഈ മാനസികമായ സമാധാനം അല്ലെങ്കിൽ ഇന്നർ പീസ് അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാത്തിനും നമുക്കൊരു റീസൺ പറയുന്നുണ്ട് അദ്ദേഹം, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. മാനസികമായ സമാധാനം അല്ലെങ്കിൽ ആന്തരികമായിട്ട് നമുക്ക് എങ്ങനെ സമാധാനം കിട്ടും, അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ കാര്യം സർക്കംസ്റ്റാൻസസ്, സാഹചര്യങ്ങൾ. നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എല്ലാം ശരിയായിട്ട് നമുക്ക് സമാധാനം കിട്ടും എന്ന് കരുതി നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ മണ്ടത്തരമാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ കഴിഞ്ഞുപോയ കാലം അല്ലെങ്കിൽ മുമ്പത്തെ കുറേ വർഷങ്ങൾ എടുത്തു നോക്കിയാൽ കുറേ കാലഘട്ടം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കുറേ നാൾ അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ പോയിട്ടുണ്ടോ? ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഇല്ല. കുറച്ചു കാലം പ്രശ്നം ഉണ്ടായിരിക്കും, പിന്നീട് കുറച്ച് നാൾ സമാധാനമായിട്ടിരിക്കും, വീണ്ടും പ്രശ്നങ്ങളിലേക്ക് നമ്മൾ എത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പം സാഹചര്യങ്ങളെല്ലാം ശരിയായിട്ട് നമ്മൾ സമാധാനം കിട്ടാൻ നോക്കിയിരുന്നാൽ വെറുതെ ആയിപ്പോവും. അതിലല്ല സമാധാനം ഇരിക്കുന്നത്. പിന്നെ നമ്മളുടെ സാഹചര്യങ്ങളൊക്കെ ശരിയാകും എന്ന് കരുതി ഇനിയിപ്പോൾ ശരിയായെന്ന് കരുതുക. ഇപ്പോൾ പൈസ ഉണ്ട്, നമുക്ക് നല്ല ഡ്രസ്സ്, ജീവിത സാഹചര്യങ്ങളെല്ലാം നല്ല നമ്മൾ ആഗ്രഹിച്ചതും അതിനു മേലെ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. നല്ല റിലേഷൻഷിപ്പ്, നമ്മളുടെ ചുറ്റുമുള്ള എല്ലാവരും നമ്മളോട് നന്നായിട്ട് പെരുമാറുന്നു, ഇതെല്ലാം സംഭവിച്ചു എന്ന് വിചാരിക്കുക. അപ്പോഴും ഒരു പ്രശ്നം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചെന്നാൽ ഈ വ്യക്തികളും സാഹചര്യങ്ങളും എല്ലാം മാറി, നമ്മൾ ആഗ്രഹിച്ച പോലെ ആയി. പക്ഷേ നമ്മളുടെ ബ്രെയിനും നെർവസ് സിസ്റ്റവും എല്ലാം പഴയതാണ്. പഴയ ആ ചിന്താഗതിയും ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തെല്ലാം സാഹചര്യങ്ങൾ മാറി എന്ന് പറഞ്ഞാലും നമ്മളുടെ മൈൻഡിൽ വീണ്ടും എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലോ, എവിടെയൊക്കെയോ ഇതിലൊക്കെ നമ്മൾ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ എവിടെയൊക്കെയോ നമ്മളുടെ മൈൻഡ് മാറാത്തിടത്തോളം കാലം സാഹചര്യങ്ങൾ മാറിയെന്ന് കരുതി പ്രശ്നങ്ങൾ മാറാൻ പോകുന്നില്ല. സാഹചര്യങ്ങളിലല്ല ഇരിക്കുന്നത് നമ്മുടെ സമാധാനം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നൊരു പോയിൻ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ പലപ്പോഴും നമ്മളിൽ പലരും അവഗണിക്കുന്ന ഒരു കാര്യമാണ്. സാഹചര്യങ്ങളൊക്കെ മാറിക്കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറി എനിക്ക് സമാധാനം കിട്ടും എന്നുള്ളൊരു വ്യർത്ഥമായിട്ടുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ സാഹചര്യങ്ങൾ മാറുന്നതിലേക്ക് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കും. പക്ഷേ ഒരിക്കലും മാറാൻ പോകുന്നുമില്ലായിരിക്കും. ഇനി മാറിയാലും നമ്മൾ മാറാത്തിടത്തോളം കാലം നമ്മളുടെ മനസ്സിലേക്ക് സമാധാനം എത്തുന്നുമില്ല. ജീവിതകാലം മൊത്തം സമാധാനത്തിന് വേണ്ടി അലഞ്ഞ് നമ്മളുടെ ലൈഫ് അങ്ങനെ തീരുന്നു. അത്രമാത്രമേ സംഭവിക്കുന്നുള്ളൂ. പിന്നീട് അദ്ദേഹം പറയുന്നത്, നമ്മൾ ഒരു പർട്ടിക്കുലർ ഗോളിന് വേണ്ടി ചേസ് ചെയ്യുന്നു. ആ ചേസ് ചെയ്യുമ്പോഴും നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്നുണ്ട്. ആ ചേസ് ചെയ്യുന്ന ആ പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ച് ഹാർഡായിരിക്കും. അപ്പോഴും നമ്മൾ സമാധാനം കിട്ടാതെ ഇങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കും. അദ്ദേഹം പറയുന്നത് ഇവിടെ സമാധാനം കിട്ടണം എന്നുള്ളത് ശരിക്കും ഒരു സ്കില്ലാണ്, മൈൻഡിൻ്റെ ഒരു സ്കില്ലാണ് അത്. ആ സ്കില്ലാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ സാഹചര്യങ്ങളും എപ്പോഴും എങ്ങനെയൊക്കെ ആയിരിക്കും. ഇന്നിപ്പോൾ ബെറ്റർ ആണെങ്കിൽ നാളെ മോശമാകും. ഇതിങ്ങനെയാണ് പ്രോസസ്സ് നടക്കുന്നത് എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നിടത്ത് നമ്മളുടെ ഉള്ളിൽ ഒരു ഇന്നർ പീസ് അറിയാതെ എത്തും. അവിടെയാണ് സമാധാനം എന്നുള്ളത് നമ്മളുടെ ഉള്ളിലേക്ക് എത്തുന്നൊരു ടൈം അപ്പോഴാണ്. അപ്പോൾ അതിനുവേണ്ടി തേടുന്ന ഒരു പ്രോസസ്സ് നമ്മൾ നിർത്തുക. നമ്മളൊരു പൂമ്പാറ്റയുടെ അടുത്ത് അതിനെ പിടിക്കാനായിട്ട് ഓടി ചെല്ലുന്നിടത്തോളം കാലം അതിങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അതിൻ്റെ പുറകെ ഓടിക്കൊണ്ടേയിരിക്കും. ആ പൂമ്പാറ്റ എന്ന് പറയുന്നത് സമാധാനം ആണ്. ആ സമാധാനത്തിൻ്റെ പുറകെ ഓടിക്കൊണ്ട് ഇരുന്നിട്ട് നമ്മൾ മടുക്കുന്നതല്ലാതെ അതിനെ കയ്യിൽ കിട്ടുക എന്നുള്ളത് ഒരിക്കലും
നടക്കണമെന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, നമ്മളുടെ മനസ്സിലെ സമാധാനം നമ്മൾ തന്നെ ഒരു സ്കില്ലായിട്ട് മനസ്സിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്ത് മനസ്സിലേക്ക് സമാധാനത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.